ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വ്യക്തി ആരാ? രേണു സുധി. ഇത് കാര്യപ്രാപ്തി ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും മേൽനോട്ടം വഹിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പുഷ് ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് വഴങ്ങി കൊടുത്തുന്നുള്ളൂ. രേണുവായിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ പൊട്ടിപ്പൊളിയാതിരിക്കുക എന്നുള്ളത് രേണു നിർബന്ധമാണ്. അവൻ ജന്മനാ കള്ളനാ, ജന്മനാ അന്ധനും ബധിരനും എന്നൊക്കെയുണ്ട്. ഇത് ഞാൻ ആദ്യം കേൾക്കുക, എന്നാൽ ഇതൂടെ കേട്ടോ. അപ്പൊ കൂട്ടത്തിലും ഒരു സാധനം പൊളിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഏവിയേഷൻ. പിടിച്ച് സമ്മതിച്ചേക്ക്. എനിക്ക് സീറ്റ് ബെൽറ്റ് അറിയില്ല. ഇങ്ങോട്ട് തുറക്കാൻ പറ്റും, തുറന്നിട്ട് എവിടെയാ കുത്തണ്ടെന്ന് കയ്യിൽ പോയി ഉണ്ടായിരുന്നു. അതാണ് എന്റെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ. ഫ്ലൈറ്റ് കയറുമ്പോൾ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടും? എന്തൊക്കെ മണ്ടത്തരങ്ങൾ ഇയാൾ പറയണേ? ഏവിയേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഫ്ലൈറ്റിലെ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ ബാങ്ക് മാനേജറല്ലെന്ന് ആര് പറഞ്ഞു? ആരും പറയാതെ തന്നെ അറിയാം. നിങ്ങൾ എന്താ കരുതിയേ? നിങ്ങളെ പോലെ ഞാനൊരു വിഡ്ഢിയാണെന്നോ? പലപ്പോഴായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പല കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജെനുവിൻ ആവുമ്പോ എല്ലാം പൊളിഞ്ഞു വീഴാണ്. പഴയ കാര്യങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ പോയാൽ മനസ്സാ വാച അറിയാത്ത സംഗതികൾക്കായിരിക്കും സമാധാനം പറയേണ്ടി വരിക. ഏവിയേഷൻ കഴിഞ്ഞു. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. എന്റെ അളിയാ തള്ളിപ്പൊളി, നീ പരിപാടി തരുന്ന നിർത്തിയില്ലേ? പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ്. കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. അയ്യോ, ഞാനിത് ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്റെ ഗന്ധർവ? അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാൻ. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇത്തവണ ഓണ കമ്മിറ്റി കൂടുമ്പോൾ ഞാൻ പറയാം പുതിയൊരു കളി കൂടെ വെക്കാൻ. ഓണത്തള്ളു ഇവന് ഉറപ്പാവസ്ഥ. നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയൊന്ന് ഇറങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കാണിച്ചൊക്കെ തരും എന്നല്ലാതെ അവിടെ ഞങ്ങൾ ഒരു ദിവസം പോലും വർക്ക് ചെയ്യാനോ ട്രെയിനിങ്ങിനോ നിന്നിട്ടില്ല. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഇതാണ് പുള്ളിക്കാരി വലിയ ജോലി ചെയ്തു എന്ന രീതിയിൽ പറയുന്നത്, അല്ലാതെ നമ്മൾ ആരും ജോലി ചെയ്തിട്ടില്ല. പ്രശ്നം, ബേസിക് പ്രശ്നം എന്താ പറയുക രേണുവിന്റെ? രേണു ഒരു വട്ടം പറഞ്ഞതല്ല പിന്നെ പറയാ, പിന്നെ പറഞ്ഞത് ചിലപ്പോ ഓർമ്മ കാണില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ.